ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ. യൂഷ്വലി ഞാനൊരു 60 സെക്കൻഡ്സ് മിനി വ്ലോഗൊക്കെ അല്ലേ ഷോർട്സിൽ അപ്ഡേറ്റ് ചെയ്യുക. സോ ടുഡേ ഐ തോട്ട് വൈ നോട്ട് ടു എ ലോങ് വീഡിയോ. പക്ഷേ വിചാരിച്ച പോലെയല്ല, ഇത് അത്യാവശ്യം നല്ല പണിയുള്ള പണിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇന്നാണ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. എന്ന് ചാനലിലേക്ക് അപ്ഡേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെയും നീളും. സോ എന്തായാലും തുടങ്ങി വെച്ചതല്ലേ എന്നോർത്തിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ രാവിലെ അലാറമൊക്കെ വെച്ച് ഇതുപോലെ എണീറ്റ് രാവിലെ മോർണിംഗ് റിച്വൽസ് ഒക്കെ ഫിനിഷ് ചെയ്യണം കേട്ടോ. ഈ അലാറമൊന്നും വെക്കാണ്ട് എണീക്കുന്നതിൻ്റെ സുഖം ലൈക്ക് പണ്ടൊക്കെ എന്ത് ലക്ഷറി ആയിരുന്നു ലൈഫിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇപ്പം മോസ്റ്റ് ഓഫ് ദ മോർണിംഗ്സ് ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ. രാവിലെ എണീച്ച് ഇങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ജോലിക്ക് കയറുക എന്നൊക്കെ പറയുന്നത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളത്. ബട്ട് എനിവേ വെൻ ദ ടൈം കംസ് ലൈക്ക് എല്ലാവരും മാറും, എല്ലാവരും ഇതൊക്കെ ഈസി ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യും. അപ്പം എൻ്റെ മോർണിംഗ് പരിപാടീസൊക്കെ കഴിഞ്ഞിട്ട് ഇനി നേരെ കിച്ചണിലേക്കാണ് കേട്ടോ. കിച്ചണിൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ മെനു എന്ന് പറയുന്നത് ചോറും സാമ്പാറും ഒരു പൊട്ടറ്റോ ഫ്രൈയും ആണ് ലഞ്ചിന്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനൊരു സേമിയ ഉപ്മാവാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെ ഞാൻ ഈ ആഴ്ച അങ്ങനെ ഒരുപാട് മീൽ പ്രെപ്പ് ചെയ്ത് വെച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ പ്ലാൻ നമുക്ക് സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിലും ഉണ്ടാവും. ബിക്കോസ് അത് ബേസ് ചെയ്തിട്ടാണ് ഗ്രോസറി നമ്മൾ മേടിക്കുക. സോ അതുകൊണ്ട് പ്ലാൻ ഉണ്ടാവും. അതുകൊണ്ട് എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ച് നിന്ന് ഒരുപാട് സമയം ഞാൻ വേസ്റ്റ് ചെയ്യാറില്ല. രാവിലെ എണീച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. സോ അങ്ങനെ ആദ്യം തന്നെ അത് സാമ്പാറിനുള്ള പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചു കേട്ടോ. പിന്നെ സാമ്പാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് സാമ്പാർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കേട്ടോ. അതിൻ്റെ മുന്നേ എനിക്ക് ആര് സാമ്പാർ ഉണ്ടാക്കിയാലും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കറിയാണത്. സാമ്പാറാണെങ്കിൽ അതെങ്കിൽ അന്ന് ചോറ് സ്കിപ്പ് ചെയ്യും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂട്ടി കഴിക്കും. ബിക്കോസ് ആര് സാമ്പാർ ഉണ്ടാക്കിയാലും ഞാനിങ്ങനെ ഒന്നെങ്കിൽ അത് മാറ്റി വെക്കും. എനിക്കത് ഒട്ടും ഇഷ്ടമാവില്ല കേട്ടോ. ബിക്കോസ് എൻ്റെയൊക്കെ വീട്ടിൽ കുറച്ചുകൂടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള സാമ്പാറാണ്. അതായത് ഒരുപാട് കായത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന സാമ്പാറായിരുന്നു വീട്ടിലൊക്കെ ഉണ്ടാക്കാറ്. ലൈക്ക് വീട്ടിലും നാട്ടിലും ഒക്കെ എനിക്കൊരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്ന് വെച്ചാൽ എൻ്റെ വല്യമ്മ ഇതുപോലെ സാമ്പാർ ഉണ്ടാക്കി തന്നിട്ട് വല്യമ്മ മാറിയ തക്കത്തിന് ഞാൻ വീടിൻ്റെ ബാക്കിൽ പോയിട്ട് ഒരു മടലിൻ്റെ മുകളിൽ ഇങ്ങനെ ചോറും സാമ്പാറും ഒക്കെ കൊണ്ട് ഇട്ടൊക്കെ ഒരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. സോ എനിക്ക് അത്രയ്ക്കും സാമ്പാറുമായിട്ട് ഒട്ടും ചേരാത്തൊരു ഫുഡാണ് എനിക്ക് സാമ്പാർ. പക്ഷേ ലൈക്ക് ആഫ്റ്റർ മൈ വെഡ്ഡിങ് ഞാൻ സാമ്പാർ ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാമ്പാർ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. പിന്നെ എൻ്റെ സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് ഞാൻ അടിപൊളി കുക്കുന്നൊന്നുമല്ല. അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഒത്തൻറ്റിക് ആയിട്ട് ഉണ്ടാക്കാൻ നിൽക്കാറില്ല. ഞാൻ ജസ്റ്റ് സാമ്പാർ പൊടി ചേർക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ബ്രാഹ്മിൻസിൻ്റെ പൊടിയാണ് ചേർക്കുക. മേ ബി അതുകൊണ്ടായിരിക്കും. അതിലെനിക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി മാത്രമേ അതിലുള്ളൂ. ഓവറായിട്ട് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കുന്ന അടിപൊളി അങ്ങനെയല്ല. മേ ബി ആ പൊടീൻ്റെ ആയിരിക്കും. സോ വാട്ടെവർ. അപ്പോൾ ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ സാമ്പാർ. സോ എനിക്കും ഇഷ്ടമാണ്, ഹസ്ബൻഡിനും ഇഷ്ടമാണ്. സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാനൊരു 2 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കും. സോ അതുകൊണ്ട് 2 ദിവസത്തേക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ സാമ്പാർ പരിപ്പൊക്കെ വേവിച്ചതിന് ശേഷം ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടു. മീൻവൈൽ പൊട്ടറ്റോ ഫ്രൈ ചെയ്യാനുള്ള പരിപാടി നോക്കി. ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സേമിയ ഉപ്മാവായിരുന്നു. ഇനി നമ്മൾ അടുത്ത ഇപ്പം ഈ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷമാണ് ഞാൻ ഈ എണ്ണയിലേക്ക് ഒന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ടൊമാറ്റോ ഇപ്പോഴും ആഡ് ചെയ്യും, അതല്ലെങ്കിൽ ലേഡീസ് ഫിംഗർ മാത്രം ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും കേട്ടോ. ഫ്രൈ ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് ഞാൻ ഈ മസാലപ്പൊടി ആഡ് ചെയ്യുക. ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും വളരെ കുറച്ച് അത് ആഡ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ഈ പുളിവെള്ളവും കൂടെ ഒഴിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ സാമ്പാർ. ഈസിയാണ്, പക്ഷെ ആക്ച്വലി ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് ദോശേൻ്റെ കൂടെയും ഇഡ്ഡലീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ അടിപൊളിയാണ്. ഇനി താളിപ്പ് മറക്കരുത്. ഇതെന്തായാലും ചെയ്യുകയും വേണം. ഇതെല്ലാവരും ചെയ്യും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ സാമ്പാർ വിശേഷങ്ങൾ. പിന്നെ എനിക്കിങ്ങനെ ലഞ്ച് പാക്ക് ചെയ്യുമ്പോണ്ടല്ലോ ഇതുപോലെ ഫുൾ മീലായിരിക്കണം കേട്ടോ. ലൈക്ക് ഞാൻ പണ്ട് സ്കൂളിലോ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ മീൽസ് കൊണ്ടുപോകാറേ ഇല്ല. എനിക്ക് എപ്പോഴും വൺ പോട്ട് റൈസോ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയതൊക്കെയാണ് ലഞ്ചിന് കൊണ്ടുപോകുക. ബട്ട് മൈ ഹസ്ബൻഡ് ഇസ് എ പക്ക മലയാളി. പക്ക മലയാളി വെച്ചാൽ കേരള മലയാളിയാണ്. ഞാനൊരു ബാംഗ്ലൂർ മലയാളിയാണ്. ബട്ട് മൈ ഹസ്ബൻഡ് ഇസ് എ കേരള മലയാളി, പക്ക മലയാളിയാണ്. സോ പുള്ളിക്ക് ഇതുപോലത്തെ ചോറും കറിയും ഒക്കെ കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. അപ്പം എനിക്കും പാക്ക് ചെയ്യുമ്പം ഇങ്ങനെ പാക്ക് ചെയ്യുന്നതാണ് ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്, മെജോറിറ്റി ഓഫ് ദ ഡേയ്സും ഞാൻ ഇങ്ങനെ പാക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ലൈക്ക് ചോറും ഒരു കറിയും ഒരു തോരനും. ഇന്ന് മീൻ വറുത്തതും കൂടെ ഉണ്ട് കേട്ടോ. ഉണക്ക മീൻ വറുത്തതാണ്, സ്രാവ് മീൻ വറുത്തതാണ്, അതും കൂടെ ഉണ്ട്. സോ എല്ലാം പാക്കൊക്കെ ചെയ്തിട്ട് ഇനി ഹസ്ബൻഡിനോട് ബൈ പറയേണ്ട സമയമായി. ലൈക്ക് ഫോർ ദ ഡേ. ലൈക്ക് പുള്ളി ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ജോലിക്ക് പോകും. എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്. സോ ഈ ഹാസ് ടു ഗോ ടു ഹിസ് ഓഫീസ്. സോ അങ്ങനെ രാവിലെ ഒരു എത്ര എത്ര ലേറ്റായിട്ട് ഇറങ്ങിയാലും പിന്നെ പുറത്ത് ഈ ഗേറ്റിൻ്റെ അടുത്ത് ഒരു 5 മിനിറ്റ് പിന്നെയും സ്പെൻഡ് ചെയ്യും കേട്ടോ. അത്രയും നേരം അകത്ത് നിന്ന് സംസാരിക്കാനില്ലാത്തതൊക്കെ ഈ ഗേറ്റിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ടാവും. സോ അങ്ങനെ കുറച്ച് നേരം ആ ഗേറ്റിൻ്റെ അടുത്തൊക്കെ നിന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പുള്ളീനെ സെൻഡ് ഓഫ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്ന വരവാണിത്.
അങ്ങനെ ഹസ്ബൻഡിനോട് ബായ് ഒക്കെ പറഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. എനിക്ക് ലോഗിൻ ചെയ്യേണ്ടത് 1:00 ആണ്. സോ ഇനി അതുവരെയുള്ള എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം ഓക്യുപ്പൈഡ് ആയിരിക്കും. ഇന്ന് കുറച്ച് എനിക്കിന്ന് പുറത്ത് പോകണം. പിന്നെ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. സോ അതിൻ്റെ മുന്നേ കുറച്ച് വീട്ടുജോലികളൊക്കെ തീർക്കാനുണ്ട് കേട്ടോ. സോ ഇന്ന് ലോണ്ടറി ഡേയും കൂടെ ആയിരുന്നു. സോ അങ്ങനെ അതൊക്കെ മെഷീനിലേക്ക് കഴുകാനിട്ടിട്ട് ഇനി വേറെ കുറച്ച് പാത്രം കഴുകലും അടിച്ചുവാരലൊക്കെ ഉണ്ട്. സോ അതിന് മുന്നേ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ലൈക്ക് യൂഷ്വലി നമ്മളിപ്പം 2 പേരേ ഈ വീട്ടിലുള്ളൂ. നമ്മൾ പണി ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓഫീസിൽ പോവേണ്ട ആൾക്ക് നമ്മൾ വീട്ടുജോലികൾ കുറച്ചായിരിക്കും ചെയ്യുക. ബിക്കോസ് വർക്ക് ഫ്രം ഹോം ഉള്ള ആൾ ആ ദിവസം നമ്മളെ കൊണ്ട് പറ്റുന്നത് മാക്സിമം ചെയ്യും. ഇൻ കേസ് ഓഫ് ഐ എം ഗോയിങ് ടു ഓഫീസ്, ഞാൻ പോകുന്ന അന്ന് ഒരുപാട് വീട്ടുജോലികൾ അന്ന് ചെയ്യേണ്ടി വരില്ല കേട്ടോ. ലൈക്ക് മെയിൻലി കുക്കിങ്ങും അല്ലെങ്കിൽ എനിക്ക് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഞാൻ മാക്സിമം കഴുകി വെച്ചിട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. ബിക്കോസ് നമുക്ക് രണ്ടുപേർക്കും ഈക്വലി അറിയുന്ന ഒരു കാര്യമാണ് ഈ ട്രാഫിക്കിൽ ട്രാവൽ ചെയ്യുന്നത് എന്ത് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കേട്ടോ. ബിക്കോസ് നമുക്ക് വർക്ക് ചെയ്യുന്നതിനേക്കാളും ടയേർഡ് ആവും നമ്മൾ ട്രാവലിംഗ്. ബിക്കോസ് അതാണ് ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ദിവസങ്ങളിൽ മാക്സിമം പണി എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ഞാൻ ഹസ്ബൻഡ് വരുന്നതിന് മുന്നേ തീർക്കാൻ നോക്കും. ഇപ്പം ഞാൻ ഓഫീസിൽ പോവുകയാണെങ്കിൽ ബൈ ദ ടൈം ഐ കംസ് ഹി മേക്സ് ഷുവേഴ്സ് ലൈക്ക് വീടൊക്കെ ക്ലീൻ ആയിട്ടുണ്ടാവും. ലൈക്ക് ഇൻ കേസ് ഇഫ് എനി ലോണ്ടറി ഉണ്ടെങ്കിൽ അതൊക്കെ അലക്കി എല്ലാം വിരിച്ചിട്ടുണ്ടാവും. ലൈക്ക് പാത്രം കഴുകി വെച്ചിട്ടുണ്ടാവും. ദിസ് ഇസ് ഓൾ ഹിസ് ഡ്യൂട്ടി. സോ ഇങ്ങനെയാണ് യൂഷ്വലി നമ്മുടെ ഡ്യൂട്ടീസ് ഒക്കെ ഡിവൈഡ് ചെയ്യുക. പിന്നെ ഡീപ്പ് ക്ലീൻ കാര്യങ്ങളൊക്കെ മന്ത്ലി വൺസ് ആയിരിക്കും നമ്മൾ സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന പരിപാടികളൊക്കെ കേട്ടോ. ബിക്കോസ് ഞാൻ മിനി വ്ളോഗ്സ് ഇടുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ക്വയറീസ് ആണ് കിച്ചൺ ക്ലീനിങ്ങിൻ്റെയും ഹോം ടൂറും അങ്ങനത്തെ ഒക്കെ കുറച്ച് സജഷൻസ് എന്നോട് പറയാറുണ്ട് കേട്ടോ. ആ വീഡിയോ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ. സോ ക്ലീനിങ്ങിൻ്റെ പാർട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ദിസ് ഇസ് ഹൗ ഐ ഡു. എനിക്ക് കമൻറ്റ് വരാറുണ്ട്, ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാറില്ലേ എന്നൊക്കെ കമൻറ്റ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഹി ഡസൻറ്റ് ലൈക്ക് കമ്മിങ് ഇൻ ദ വീഡിയോ. ഓക്കെ, ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. അതുകൊണ്ടാണ് പുള്ളീനെ അങ്ങനെ കാണാറില്ല. ഞാനായിരിക്കും ലൈക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഫ്രണ്ട് ഓഫ് ദ ക്യാമറയിൽ നിൽക്കുന്നത് ഞാനായതുകൊണ്ടാവും അങ്ങനെ തോന്നുന്നത്. അങ്ങനെ കിച്ചൺ ക്ലീനിങ് പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് തീരാറായിട്ടോ. ഞാൻ മെയിനായിട്ട് ഈ കൗണ്ടർ ടോപ്പും സ്റ്റൗവും പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ വെസൽസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ വാഷ് ചെയ്ത് വെക്കും കേട്ടോ. ഈ 3 കാര്യങ്ങളാണ് വേറെ എന്ത് ജോലി ചെയ്യാൻ മടിയാണെങ്കിലും പിന്നത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്താലും ഞാൻ മടിയില്ലാണ്ട് ചെയ്ത് എന്തായാലും ഫിനിഷ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്ന പരിപാടികളാണ് ഇത് 3. ബിക്കോസ് ഇതിങ്ങനെ വെച്ചിട്ടിരുന്നാൽ എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ തന്നെ ബാധിക്കും. ബിക്കോസ് ഒന്നാമത്തെ കാര്യം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയ ഉടനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ട. അത് പെട്ടെന്ന് ഇങ്ങോട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ അത് അവിടെ ഇരുന്ന് ഡ്രൈ ഔട്ട് ആയി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ചെറിയ ബീസ് വരും. പിന്നെ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും ട്ടോ നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ. സോ അതുകൊണ്ടൊക്കെ തന്നെ രാവിലെ തന്നെ ഈ പരിപാടികളങ്ങ് ഫിനിഷ് ചെയ്യും. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ രാവിലെ തന്നെ ഫിനിഷ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ ഒരുപാട് അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് എല്ലാം ഫിനിഷ് ചെയ്യാനും നിൽക്കാറില്ല. ബിക്കോസ് അങ്ങനെ ഒരുപാട് ടയേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ചെയ്ത് എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ട സമയത്ത് എനിക്ക് ഒരുപാട് ടയേർഡ് ആവും. അതുകൊണ്ട് രാവിലെ പറ്റുന്നത് മാത്രം ചെയ്തിട്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് ലോഗിനൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പുറത്തു പോകണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ആ കാര്യങ്ങളൊക്കെ ഗ്രോസറി ഷോപ്പിംഗും ഒക്കെ ഉണ്ട്. അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പണികളൊക്കെ ഒന്ന് കുറച്ചുകൂടെ സ്പീഡപ്പ് ചെയ്ത് ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ അപ്പം ഈ സിങ്കും കൂടെ ഇങ്ങനെ വൃത്തിയായി കഴിഞ്ഞാലാണ് കേട്ടോ എൻ്റെ കിച്ചൺ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യുക ഫോർ ദ ഡേ. എനിക്കിനി രാത്രി വരെ കിച്ചണിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഫുഡ് എടുക്കാൻ മാത്രം വന്നാൽ മതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു സമയമായപ്പോഴത്തേക്കും നമ്മുടെ തുണിയെല്ലാം നല്ല ഡ്രൈ ഔട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കൊണ്ടുപോയി ഒന്ന് വിരിക്കണം. ഈ തുണിയൊക്കെ വിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് കേട്ടോ. പണ്ട് വീട്ടിലായിരുന്ന സമയത്ത് നീ ചെയ്യ് ഞാൻ ചെയ്യും നമ്മൾ മറ്റേ നന്ദനത്തിലെ 3 അമ്മച്ചിമാർ പറയില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും, അതുപോലെയായിരുന്നു ഞാനും എൻ്റെ സിസ്റ്ററും ഒക്കെ. പക്ഷെ ഇപ്പം അങ്ങനെ പറയാനൊന്നും ഇവിടെ വേറെ ആളില്ലാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ സ്വന്തം ചെയ്യണം. സോ അങ്ങനെ രാവിലെ തുണി വിരിക്കേണ്ട ഡ്യൂട്ടി എൻ്റെയാണ് കേട്ടോ. സോ വൈകുന്നേരം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് ഇതെടുത്ത് മടക്കി അലമാരിയിലൊക്കെ എടുത്ത് വെച്ചോളും. സോ അങ്ങനെ ആ പരിപാടികളൊക്കെ തീർന്നതിന് ശേഷം തന്നെ എൻ്റെ സിസ്റ്റർ ഇങ്ങനെ വിളിച്ചോണ്ടുണ്ട് ഫോണിൽ കൂടെ ഇങ്ങനെ റെഡിയായോ എന്ന് ചോദിച്ചുകൊണ്ട്. സോ ഇനി പെട്ടെന്ന് റെഡി ആയിട്ട് എൻ്റെ നീസ് വന്നിട്ടുണ്ട് കേട്ടോ നാട്ടിൽ നിന്ന്. സോ വാവേനെ കാണാൻ വേണ്ടി പോവുകയാണ് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ. അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ ഇവിടെ അടുത്ത് തന്നെയാണ്. സോ ലൈക്ക് എന്തുണ്ടെങ്കിലും പെട്ടെന്ന് ഓടി വരും. സോ അങ്ങനെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടുപേരും കൂടെ നേരെ നീസിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. കുഞ്ഞു വാവയാണ്. ആകെ 3 മാസം പ്രായമേ ആയിട്ടുള്ളൂ. ലൈക്ക് മൂത്ത ആളുണ്ടായ സമയത്ത് ഞങ്ങളുടെ മെജോറിറ്റി ഓഫ് ദ ടൈം ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഒരു 6 മന്ത്സ് ഒക്കെ ആയപ്പം നമ്മുടെ അടുത്ത് വന്നതാണ്. പിന്നെ വാവയ്ക്കൊരു 2-3 വയസ്സാവുന്നോടം വരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ വാവേനെ ഇപ്പം ഞാൻ 2ാമത്തെ തവണയാണ് കാണാൻ വരുന്നത്. നമ്മൾ ചെന്നപ്പോൾ തൊട്ട് ഫുൾ ടൈം ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ എണീറ്റിട്ടില്ല. കുറച്ച് നേരമേ എണീറ്റ് കണ്ടുള്ളൂ. പിന്നെ ഫുൾ ടൈം ഉറക്കമായിരുന്നു. ഞാൻ എപ്പളും അങ്ങനെ ആലോചിക്കാറുണ്ട്. ഈ ന്യൂ ബോൺ ബേബീസിന് ഉണ്ടാവുന്ന സ്മെല്ലില്ലേ, അതൊക്കെ എന്തുകൊണ്ട് ആൾക്കാർക്ക് പെർഫ്യൂമായിട്ട് ഉണ്ടാക്കിക്കൂടാന്ന്. ബിക്കോസ് ആ സ്മെല്ല് ഭയങ്കര അഡിക്റ്റീവ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്മെല്ലും കൂടെയാണ്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ മൂത്ത ആൾ വന്നിട്ടുണ്ടായിരുന്നു. സോ പാപ്പിക്കുട്ടൻ വന്നതിന് ശേഷം പാപ്പീൻ്റെ മാർക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കാണിച്ചു തരുമായിരുന്നു.
സോ അങ്ങനെ അവിടെ ചെന്നിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല ട്ടോ. പിന്നെ എനിക്ക് ലോഗിൻ ചെയ്യാൻ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് ഓടി വന്നത്. അങ്ങനെ എന്റെ ഗ്രോസറി പ്ലാനിംഗ് ഒന്നും നടന്നില്ല. അതൊക്കെ പിന്നെ പിന്നത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ പെട്ടെന്ന് വന്ന് ലോഗിൻ ചെയ്യാനുള്ള ഭയങ്കര ഹറി ബറിയിലായിരുന്നു ഞാൻ. വന്ന ഉടനെ ലോഗിൻ ചെയ്തു. പിന്നെ ഇനി കുറച്ച് നേരം ഇവിടുന്ന് എണീക്കാണ്ട് അങ്ങനെ ലഞ്ച് കഴിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. പിന്നെ ഇനി കുറച്ച് നേരം അവിടെ ഇരുന്ന് വർക്ക് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഡ്രസ്സൊക്കെ മാറി ഒരു 3 മണിയൊക്കെ ആയി ട്ടോ. പിന്നെ ലഞ്ചൊക്കെ കഴിക്കുന്ന സമയം ആയപ്പത്തേക്കും. അങ്ങനെ ലോഗിൻ ചെയ്ത ഉടനെ കുറച്ച് തിരക്കുള്ള പണിയൊക്കെ തീർത്തു. പിന്നെ ഡ്രസ്സൊക്കെ മാറി ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പത്തേക്കും ഞാൻ ചോറൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടായിരുന്നു ഡ്രസ്സ് മാറാൻ പോയത്. അപ്പൊ നല്ല ചോറും രാവിലെ ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ. നല്ല എന്റെ ഫേവറേറ്റ് സാമ്പാറും, പൊട്ടാറ്റോ റോസ്റ്റും, പിന്നെ ഇന്നലെ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതും കൂടെ ഞാനൊന്ന് ചൂടാക്കി എടുത്തു. ഇനി ലഞ്ച് ടൈമാണ് ട്ടോ. ഞാൻ യൂഷ്വലി ലഞ്ചൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ഫോണിൽ എന്തേലൊക്കെ വെച്ച് ഇങ്ങനെ കണ്ടോണ്ട് കഴിക്കുന്നതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പക്ഷേ ഈ ഓഫീസ് ടൈമിലൊക്കെ അങ്ങനെ കഴിക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. എത്ര ലഞ്ച് ബ്രേക്കാന്ന് പറഞ്ഞാലും എന്തേലൊക്കെ ആ ടൈമില് വരും. സോ യാഹ് അങ്ങനെ ഇടയ്ക്ക് വർക്കും ഫുഡും അങ്ങനെ രണ്ടും കൂടെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഇനി ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഇനി കുറച്ച് സീരിയസ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യണം ട്ടോ. ഇനി ഒരു 6 മണി 7 മണി വരെ ഒരു വേറെ ഒന്നും ചെയ്യാണ്ട് എണീക്കില്ല. ഇൻ ബിറ്റ്വീൻ അങ്ങനെ എണീക്കല് വളരെ കുറവാണ് ബ്രേക്ക്. എന്റെ മമ്മിയൊക്കെ എപ്പളും പറയും, "ഒന്ന് എണീറ്റ് നടക്കൂ, ഓടൂ" എന്നൊക്കെ. പക്ഷെ അതൊന്നും നടക്കാറില്ല ട്ടോ. പറയുന്ന പോലെയല്ല. അത് അവർക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. പക്ഷെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാ പണി തീരുന്നോളം വരെ ചിലപ്പം ചില ദിവസങ്ങളിൽ എണീക്കാറ് പോലുമില്ല. ലൈക്ക് ഇൻ ബിറ്റ്വീൻ ഒന്ന് യൂറിനേറ്റ് ചെയ്യാൻ എണീക്കുംന്നല്ലാണ്ട് വേറെ ഒന്നിനും എണീക്കാറില്ല. സോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ആ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി. ഇനി പണിക്കിരിക്കുകയാണ് ട്ടോ. സോ ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് ഇനി മധുരം കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട്. ചോക്ലേറ്റ്സിനോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ എന്തേലൊക്കെ വേണം ട്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഡേറ്റ്സ് ആണ് കഴിച്ചത്. അപ്പൊ ഡേറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് ഇനി നേരെ വർക്ക് ചെയ്യാൻ ഇരിക്കുകയാണ് ട്ടോ. ഇനി ഒരു 2-3 ഹവേഴ്സ് ഇവിടുന്ന് എണീക്കാണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു 6:30 ഒക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ എണീക്കുന്നത് കേട്ടോ. എനിക്ക് 6:30 ഒക്കെ ആയപ്പോഴത്തേക്കും പിന്നെ വിളക്ക് കത്തിക്കാനുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം എന്റെ മമ്മിയൊക്കെ പറയും സന്ധ്യാസമയത്ത് കറക്റ്റ് വിളക്ക് കത്തിക്കൂ എന്നൊക്കെ. പക്ഷെ അങ്ങനെ വിളക്ക് കത്തിക്കല് എനിക്കങ്ങനെ മോസ്റ്റ് ഓഫ് ദ ടൈം നടക്കാറില്ല. ബിക്കോസ് ഒന്ന് എനിക്ക് ആ കറക്റ്റ് സമയത്ത് ചിലപ്പം ബ്രേക്ക് എടുക്കാനോ ഒന്നും പറ്റിയെന്ന് വരില്ല. പിന്നെ നമുക്കങ്ങനെ വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ബ്രേക്ക് എടുത്ത് പോകാനും പറ്റില്ലല്ലോ. സോ അത് പറ്റാറില്ല. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഓഫീസിലായിരിക്കും. മന്ത്ലി അറ്റ്ലീസ്റ്റ് ഒരു 10-12 ഡേയ്സ് എനിക്ക് ഓഫീസിൽ പോണം. സോ അങ്ങനെ ഓഫീസിലായിരിക്കും. അങ്ങനെ പറ്റാറില്ല. പിന്നെ അല്ലെങ്കിൽ പീരിയഡ്സ് ആയിരിക്കും. അങ്ങനെ ഒരു 7 ദിവസം പറ്റാറില്ല. പിന്നെ ഉള്ള കുറച്ച് വീട്ടിലുള്ള ഇങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളക്ക് കത്തിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറുള്ളൂ. അതിങ്ങനെ അപ്പൊ ഞാനിങ്ങനെ ഒരുപാട് സമയമൊന്നും നോക്കാറില്ല ട്ടോ. കൃത്യം 6 മണി 6:30 അങ്ങനെയൊന്നുമില്ല ട്ടോ. ഒരു 6:30 എങ്ങനെയൊക്കെ ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് പെട്ടെന്ന് ഫ്രഷായി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെട്ടെന്ന് ഫ്രഷായിട്ട് വിളക്ക് കത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. സോ ഇന്നങ്ങനെ പെട്ടെന്ന് ഒരു ബോഡി വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് വിളക്ക് കത്തിക്കുകയാണ് ട്ടോ. എനിക്ക് ചെയ്യണമെന്നെന്നും ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ നടക്കാറില്ല. പക്ഷെ പറ്റുമ്പോഴൊക്കെ ഇതുപോലെ വിളക്ക് കത്തിച്ചൊന്ന് പ്രാർത്ഥിക്കാറൊക്കെയുണ്ട്. പിന്നെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കും. ലൈക്ക് ദൈവത്തിന് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മള് മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ. സിറ്റുവേഷനൊക്കെ കാരണമല്ലേ എന്നൊക്കെ ഓർത്ത് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ച് ഇങ്ങനെ ഇരിക്കും ട്ടോ. സോ അപ്പോഴേക്കും എന്റെ ഹസ്ബൻഡ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഹി സ്റ്റാൻഡ് ഫോർ ഹിസ് ഡേ. പക്ഷെ എന്റെ ഡേ ഇനിയും തീർന്നിട്ടില്ല ട്ടോ. എനിക്കിനി 10:30 വരെ ഇങ്ങനെ ലോഗിൻ ചെയ്ത് പണിയൊക്കെ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അങ്ങനെ കുറച്ച് നേരം പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുകയാണ്. സോ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ട്ടോ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ്. ഇതിന് ശേഷം ഞാൻ പിന്നെ ഡിന്നർ വ്ലോഗോ അതൊന്നും എടുത്തില്ല ട്ടോ. ബിക്കോസ് അപ്പത്തേക്ക് ഞാൻ നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ. ബൈ ബൈ.